ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC ഓറിയന്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഏതൊരു എക്സാമിനാണെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഒരുപാട് വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം INC എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് INC നിലവിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ഭരണതലത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നിലവിൽ വന്നൊരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ്? ഇന്ത്യയുടെ ഭരണതലത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം ആണ്. AO ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അല്ലെങ്കിൽ INCയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. ഇനി എങ്ങനെയാണ് INC എന്നൊരു സംഘടന, അല്ലെങ്കിൽ INC എന്നൊരു സംഘടന വേണം എന്നൊരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത് എങ്ങനെയാണ്? അതായത് 1884 ഡിസംബർ മാസത്തില് AO ഹ്യൂമിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് മദ്രാസിൽ ഒരു തിയോസഫിക്കൽ കൺവെൻഷൻ നടക്കുകയാണ്. തിയോസഫിക്കൽ കൺവെൻഷൻ മദ്രാസിൽ നടക്കുന്നു, AO ഹ്യൂമിന്റെ അധ്യക്ഷതയിലാണ്. അപ്പോൾ ഈ ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ INC ഇന്ത്യൻ ഒരു കോൺഗ്രസ് രൂപീകരിക്കണം എന്ന രീതിയിൽ ഒരു ആശയം ഉണ്ടായി വരുന്നത്. അങ്ങനെ 1884 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയാണ് 1885 INC എന്ന പേര് മാറ്റിക്കൊണ്ട് നിലവിൽ വന്നത്. 1885 ഡിസംബർ 28 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യം ഈ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചത് പൂനെയിലായിരുന്നു. പൂനെയിൽ പ്ലേഗ് പിടിപെട്ടു. പ്ലേഗ് കാരണം ഈ ഒരു ഈ ഒരു സമ്മേളനം ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് INCയുടെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. 72 പേരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി, വുകേഷ് ചന്ദ്ര ബാനർജിയാണ് ഈ INCയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. സെക്രട്ടറി ആയിരുന്നത് AO ഹ്യൂം ആണ്. AO ഹ്യൂം. ഇനി INC എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് INC എന്ന പേര് നിർദ്ദേശിച്ചത്. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇതൊക്കെ PSCയുടെ PYQs ആണ്. 1885 ഡിസംബർ 28 മുതൽ 31 വരെ 4 ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. 28 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോംബെയിൽ വെച്ചിട്ടാണ്. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ്. ആദ്യം പൂനെയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത്. പ്ലേഗ് കാരണം ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 72 ഔദ്യോഗിക പ്രതിനിധികളാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. അധ്യക്ഷത വഹിച്ചത് WC ബാനർജി ആണ്. സെക്രട്ടറി ആയിരുന്നത് AO ഹ്യൂം ആണ്. INC എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് INC എന്ന പേര് നിർദ്ദേശിച്ചത്. ഇനി ഈ ഫസ്റ്റ് മീറ്റിംഗിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? G സുബ്രഹ്മണ്യ അയ്യരാണ്. G സുബ്രഹ്മണ്യ അയ്യർ. തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന G സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്തായിരുന്നു ഈ പ്രമേയം? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു പ്രമേയം. ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക. ഓക്കെ, അങ്ങനെ ഈ ആദ്യ സമ്മേളനം സംഘടിപ്പിച്ചത് ആരായിരുന്നു? ഡാഫറിൻ പ്രഭു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സമ്മേളനം ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. 72 മെമ്പേഴ്സ് പങ്കെടുത്തു നമ്മൾ പറഞ്ഞു. 1885 അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കത്തയിൽ വെച്ചിട്ടാണ്. 1886 1886 ഏകദേശം 434 പേരാണ് അതിൽ പങ്കെടുത്തത്. മൂന്നാം സമ്മേളനം നടന്നത് തൊട്ടടുത്ത വർഷമാണ്, മദ്രാസിൽ വെച്ചിട്ട് 1887 607 പേരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. നാലാം സമ്മേളനം കൂടി നോക്കാം. അലഹബാദിൽ വെച്ചിട്ട് 1888 1248 പേരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പം ആദ്യത്തെ 4 സമ്മേളനങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. 1885 മുതൽ 1888 വരെ തുടർച്ചയായ വർഷങ്ങളിലാണ് നടന്നത്. ആദ്യ സമ്മേളനം ബോംബെ, രണ്ടാമത് കൽക്കത്ത, 3 മദ്രാസ്, 4 അലഹബാദ്.
അങ്ങനെ 4 സമ്മേളനങ്ങൾ 1888 വരെ നടന്നു. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അങ്ങനെയെങ്കിൽ രണ്ടാം സമ്മേളനം കൊൽക്കത്തയിൽ നടന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. INC എന്ന പേര് നിർദ്ദേശിച്ച ദാദാഭായ് നവറോജി ആയിരുന്നു കൊൽക്കത്തയിൽ വെച്ച് നടന്ന രണ്ടാം INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മൂന്നാമത് സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചിട്ട് 1887 607 പേര് പങ്കെടുത്തു. ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബദ്രുദ്ദീൻ തിയാബ്ജി ആണ്. നാലാമത് സമ്മേളനം നടക്കുന്നത് അലഹബാദിൽ വെച്ച് 1888 ജോർജ് യൂൾ ആണ് INCയുടെ അധ്യക്ഷനാകുന്ന ആദ്യ വിദേശി. ഇനി അഞ്ചാമത് സമ്മേളനം ബോംബെയിൽ 1889 വില്യം വിഡർബേൺ അധ്യക്ഷനായിട്ടുള്ള ബോംബെ സമ്മേളനം 1889. ഒന്നാം സമ്മേളനവും ബോംബെയിൽ വെച്ചിട്ടാണ്, അഞ്ചാം സമ്മേളനവും ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ INCയുടെ അധ്യക്ഷനാവുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ, രണ്ടാമത് വിദേശി വില്യം വെഡർബേൺ. ഇനി ഈ അധ്യക്ഷന്മാരെ മാത്രം നമുക്കൊന്ന് നോക്കാം. WC ബാനർജി, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ജോർജ് യൂൾ, വില്യം വെഡർബേൺ. അങ്ങനെയാണ് 1 മുതൽ 5 വരെയുള്ള സമ്മേളനത്തിലെ INC സമ്മേളനത്തിലെ അധ്യക്ഷന്മാർ. ഒന്നുകൂടി നോക്കാം. WC ബാനർജി, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ജോർജ് യൂൾ, വില്യം വെഡർബേൺ. ജോർജ് യൂൾ ഒന്നാമത് വിദേശി, രണ്ടാമത് വിദേശി വില്യം വെഡർബേണും ആണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് മറ്റുള്ള ഇപ്പോൾ ആദ്യത്തെ 5 സമ്മേളനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അങ്ങോട്ട് അടുത്ത സമ്മേളനങ്ങളൊക്കെ നോക്കാം. 1891 നാഗ്പൂരിൽ വെച്ചൊരു INC സമ്മേളനം നടക്കുകയാണ്. എല്ലാ വർഷവും ഡിസംബറിലാണ് INC സമ്മേളനങ്ങൾ നടക്കുന്നത്. അപ്പോൾ 1891 ഡിസംബറിൽ നാഗ്പൂരിൽ വെച്ചിട്ടൊരു INC സമ്മേളനം നടക്കുകയാണ്. P. ആനന്ദ ചാർലു ആയിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. P. ആനന്ദ ചാർലു. കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് P. ആനന്ദ ചാർലു. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് P. ആനന്ദ ചാർലു. ഈ കോൺഗ്രസ് എന്നതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളും സംഭവങ്ങളുമാണ് INCയുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ 1891 കാര്യം പറഞ്ഞു. ഇനി 1896 PSCയുടെ ഒരു ഇഷ്ടവർഷമാണിത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയ സമ്മേളനമാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ റഹ്മത്തുള്ള സയാനിയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനം 1896 വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുകയാണ്. ആരാണ് ആലപിച്ചത്? ടാഗോറാണ് ഈ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. വർഷം നോട്ട് ചെയ്യുക, 1896. 1897 എന്താണ് പ്രത്യേകത? അമരാവതി സമ്മേളനം നടന്ന വർഷമാണ് അല്ലേ. മഹാരാഷ്ട്രയിലാണ് അമരാവതി. സർ സി ശങ്കരൻ നായരാണ് അധ്യക്ഷത വഹിച്ചത്. INC പ്രസിഡന്റായ ആദ്യ മലയാളി അല്ലെങ്കിൽ INC പ്രസിഡന്റായ ഏക മലയാളി എന്നൊക്കെ ചോദിച്ചാൽ സർ സി ശങ്കരൻ നായരാണ്. ഇദ്ദേഹം എഴുതിയൊരു പ്രശസ്തമായ പുസ്തകമുണ്ട്. എന്താണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയ സർ സി ശങ്കരൻ നായരാണ് 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മഹാരാഷ്ട്രയിലാണ് ഈ അമരാവതി എന്ന സ്ഥലം. INCയുടെ 13ാമത് സമ്മേളനമാണ് അമരാവതി സമ്മേളനം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇയർ 1901 കൊൽക്കത്ത സമ്മേളനം. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ദിൻഷാ ഇ വാച്ച അധ്യക്ഷനായ സമ്മേളനമാണ്. എന്താണ് ഇവിടെ പ്രത്യേകത? ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ്. ആദ്യ സമ്മേളനം ആയതുകൊണ്ട് 1901 എന്ന രീതിയിൽ കണക്ട് ചെയ്യുക. അതുപോലെ വാച്ചൊക്കെ കെട്ടിക്കൊണ്ടാണ് നമ്മുടെ ഗാന്ധിജി INC സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് ആലോചിക്കുക. ദിൻഷാ ഇ വാച്ച ആയിരുന്നു അധ്യക്ഷൻ. എവിടെയാണ്? കൊൽക്കത്ത. 1901 എന്ന് പറയുമ്പോൾ ഒന്നൊരു കോല് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം. വാച്ച് കെട്ടിക്കൊണ്ടാണ്. ദിൻഷാ ഇ വാച്ചയായിരുന്നു അധ്യക്ഷൻ. ഓർത്തു വയ്ക്കാലോ. ഇനി അടുത്ത സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1905 ബനാറസ് സമ്മേളനമാണ്. ബനാറസ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അധ്യക്ഷൻ. എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ്? ബംഗാൾ വിഭജന സമയത്തെ INC സമ്മേളനമാണ് അല്ലേ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ INC സമ്മേളനം. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അധ്യക്ഷൻ. ഇനി 1906 അതും ഇമ്പോർട്ടൻ്റ് ആണ്. 1906 കൊൽക്കത്തയിലാണ് നടക്കുന്നത്. എന്താണ് പ്രത്യേകത? ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ. പ്രത്യേകത ഇതാണ്, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം. ഓർക്കുക, 1905 ആണെങ്കിൽ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്നത് 1905 സമ്മേളനമാണ്. സ്വരാജ് ആണെങ്കിൽ
അത് 1906. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനമാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനമാണ് 1906 കൊൽക്കത്ത സമ്മേളനം. ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ. അടുത്തത് 1907. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1905, 6, 7 കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളാണ്. 1907 പ്രത്യേകത എന്താണ്? സൂററ്റിലാണ് നടക്കുന്നത്. ഗുജറാത്തിലെ സൂററ്റിൽ രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു അധ്യക്ഷൻ. ഇവിടെയാണ് സൂററ്റ് പിളർപ്പ്. ഓർത്തു വയ്ക്കുക, സൂററ്റിലാണ് നടക്കുന്നത്. സൂററ്റ് പിളർപ്പ് 1907 എന്താണ്? നമ്മുടെ INC രണ്ടായി പിളരുകയാണ്. മിതവാദികളെന്നും തീവ്രവാദികളെന്നും, അല്ലെ? തീവ്രവാദികൾ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിൽ തീവ്രവാദികളും അതുപോലെ മിതവാദികളുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, WC ബാനർജി, ബദ്രുദ്ദീൻ തിയാബ്ജി എന്നിവരൊക്കെയായിരുന്നു മിതവാദികളുടെ നേതാവ്. തീവ്രവാദികളാണെങ്കിലോ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടുമായിരുന്നു. ഇത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് 1911 എന്താണ് 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത? ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ്. BN ദർ അധ്യക്ഷനായിക്കൊണ്ടുള്ള കൊൽക്കത്ത സമ്മേളനം 1911 ജനഗണമന ആദ്യമായി ആലപിക്കുന്നു. ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരാണി. വന്ദേമാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? അതും കൊൽക്കത്ത സമ്മേളനമാണ്. വർഷം 1896 റഹ്മത്തുള്ള സയാനി ആയിരുന്നു അധ്യക്ഷൻ. ടാഗോറാണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത്. എന്നാൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. കൊൽക്കത്ത സമ്മേളനമാണ്. വർഷം 1911. BN ദർ ആയിരുന്നു അധ്യക്ഷനായിരുന്നത്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 1907 സൂററ്റ് പിളർപ്പ് പഠിച്ചു. ഇനി 1916 ഒരു 916 വർഷമാണ്. ഏതാണ്? മിതവാദി തീവ്രവാദികൾ യോജിച്ചു. സൂറത്ത് പിളർപ്പിൽ മിതവാദി എന്നും തീവ്രവാദി എന്നും രണ്ടായി പിരിഞ്ഞ INC വീണ്ടും ഒന്നിക്കുകയാണ്. മിതവാദി തീവ്രവാദികൾ യോജിക്കുന്നു. ഈ 916 സമ്മേളനത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? ഗാന്ധിജി, നെഹ്റു എന്നിവർ ആദ്യമായി കണ്ടുമുട്ടുന്ന സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. AC മജുംദാറാണ് ഇതിന്റെ അധ്യക്ഷൻ. എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടുകയാണ്, എല്ലാവരും യോജിക്കുകയാണ്. അപ്പോൾ നല്ല AC ഒക്കെ ഇട്ട നല്ലൊരു കോൺഫറൻസ് ഹാളിൽ ഇരുന്നിട്ടാണ് ഇവർ മീറ്റ് ചെയ്തതെന്ന് ആലോചിക്കുക. AC മജുംദാറാണ് 1916 ലക്നൗ സമ്മേളനത്തിലെ അധ്യക്ഷൻ. എല്ലാവരും തമ്മിൽ ഭയങ്കര ലവ് ആണ്. ലക്നൗ സമ്മേളനം എല്ലാവരും യോജിക്കുന്നു, അല്ലെ? 916 ആണ്. AC ഇട്ട റൂമിലിരുന്നിട്ടാണ്. ഇനി ലക്നൗ പാക്ട് സൈൻ ചെയ്ത, ലക്നൗ ഉടമ്പടി സൈൻ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആരൊക്കെ തമ്മിലാണ്? INCയും മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ലക്നൗ പാക്ട് അല്ലെങ്കിൽ ലക്നൗ ഉടമ്പടി ഒപ്പിടുകയാണ്. ആരൊക്കെ തമ്മിലാണ്? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ് ഈ ഒരു ലക്നൗ പാക്ട് സൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഈ ലക്നൗ പാക്ട്. അപ്പോൾ 916 1916 ലക്നൗ സമ്മേളനത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ: ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്നു, തീവ്രവാദി മിതവാദി യോജിക്കുന്നു, ലക്നൗ പാക്ട് തിലകും ജിന്നയും തമ്മിൽ സൈൻ ചെയ്യുന്നു. ഓർത്ത് വയ്ക്കുക. അടുത്തത് 1917 ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ആനി ബസന്റ് അധ്യക്ഷയായിക്കൊണ്ടുള്ള സമ്മേളനമാണ് 1917 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ, എന്താണ് പ്രത്യേകത? INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. INC പ്രസിഡന്റ് ആകുന്ന മറ്റു വനിതകളുണ്ട്. അവരെ പഠിക്കാനുള്ള കോഡ് അറിയാമോ? ആ സാരി നല്ലത് ഈ സോണിയയ്ക്ക്, ഇതാണ് കേട്ടോ കോഡ്. അപ്പോൾ എങ്ങനെയാണ്? 1917 ആനി ബസന്റ്, അതാണ് ആ. ഇനി സാരി എന്ന് പറയുന്നത് എന്താണ്? 1925 സരോജിനി നായിഡു കാൺപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിരുന്നു. ഇനി നല്ലത് എന്ന് പറയുമ്പോൾ നെല്ലിസൺ ഗുപ്തയെ ഓർക്കണം. 1933 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷയായിരുന്നേ. ഇനി അതുപോലെ ഈ സോണിയയ്ക്ക് എന്നാണ്. അപ്പോൾ 1959 ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അധ്യക്ഷയായിക്കൊണ്ട് ഡൽഹി സമ്മേളനം നടന്നു. ഇനി 1998 ഈ സോണിയയ്ക്ക് എന്നാണ്. 98 സോണിയാഗാന്ധി അധ്യക്ഷയായിട്ട് ഡൽഹി സമ്മേളനം നടന്നു. അപ്പോൾ കോഡ് വനിതകൾ, INC പ്രസിഡന്റിന്റെ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള വനിതകളെ പഠിക്കാനുള്ള കോഡാണ് ആ സാരി നല്ലത് ഈ സോണിയയ്ക്ക്. ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലേക്ക് വരാം. 1917 കൊൽക്കത്ത സമ്മേളനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ആനി ബസന്റ് അധ്യക്ഷയായിക്കൊണ്ടുള്ള സമ്മേളനം. ANC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആര്? ആനി ബസന്റ്. വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് 1917 വർഷം മുഴുവനും എന്ത് ചെയ്യണം? സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തത് 1918
ഡൽഹി ആദ്യമായി INC സമ്മേളനത്തിന് വേദിയാവുകയാണ്. ഓക്കെ, ആദ്യമായി ഡൽഹി INC മീറ്റിങ്ങിന് വേദിയാകുന്ന വർഷമാണ് 1918. നെക്സ്റ്റ് 1920 സെപ്റ്റംബറിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ് കൊൽക്കത്തയിൽ വെച്ചിട്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക, 1920 സെപ്റ്റംബറിൽ. സാധാരണ ഡിസംബർ മാസങ്ങളിലാണ് നടത്താറ്. ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. 1920 സെപ്റ്റംബർ മാസത്തിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുകയാണ്. ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിരുന്നു അത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം കൊണ്ടുവരികയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഈ നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെ 1920 ഡിസംബറിൽ സാധാരണഗതിയിൽ നടക്കുന്ന ആ ഒരു മീറ്റിംഗ്, അത് നാഗ്പൂർ വെച്ചായിരുന്നു. അവിടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസാക്കി. സെപ്റ്റംബറിൽ ഗാന്ധിജി അത് അവതരിപ്പിച്ചു. കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് 1920 ഡിസംബറിൽ നാഗ്പൂർ സമ്മേളനം വിജയരാഘവാചാര്യായിരുന്നു അധ്യക്ഷൻ. ഗാന്ധിജിയുടെ ഈ നിസ്സഹകരണ പ്രമേയം എന്ത് ചെയ്തു? വിജയിച്ചു. വിജയരാഘവാചാര്യ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഓർത്തു വെക്കുക. 1921 അഹമ്മദാബാദ് മീറ്റിംഗിൽ വെച്ചിട്ട് ത്രിവർണ പതാക അനൗദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. വെളുപ്പ്, പച്ച, ചുവപ്പ്, പിന്നെ അതിൻ്റെ നടുക്കൊരു ചർക്ക. ഇതായിരുന്നു ആ ഒരു ത്രിവർണ പതാകയുടെ രൂപം. അപ്പോൾ 1921 അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊരു ത്രിവർണ പതാക അനൗദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ചർക്ക മാറ്റി അവിടെ അശോക ചക്രം വന്നു. അത് കോൺഗ്രസിന്റെ മൂവർണ പതാകയായിട്ട് മാറി. ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് രൂപാന്തരപ്പെട്ടു. 1947 ജൂലൈ 22 ദേശീയ പതാക നിലവിൽ വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തൊരു സമ്മേളനം നോക്കാം. 1922 ഗയാ സമ്മേളനം. 22 ഗയയ്ക്കും 2 അക്ഷരമാണുള്ളത് അല്ലേ. 1922 ഗയാ സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഗയാ സമ്മേളനം. 1923 അടുത്തത് കാക്കിനഡ സമ്മേളനം. കാക്കിനഡ എവിടെയാണ്? കാക്കിനഡ ആന്ധ്രാപ്രദേശിലാണ്. മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായിട്ടുള്ള സമ്മേളനമാണ് കാക്കിനഡ സമ്മേളനം. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് കാക്കിനഡ സമ്മേളനം. അതുപോലെ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പതാക ഉയർത്തുന്ന ചടങ്ങ് ആരംഭിച്ച സമ്മേളനം കൂടിയാണ് ഈ ഒരു കാക്കിനഡ സമ്മേളനം. ഓക്കെ, TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പതാക ഉയർത്തുന്ന ചടങ്ങ് ആരംഭിച്ചു. 1924 സമ്മേളനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബെൽഗാം സമ്മേളനം. കർണാടകയിലെ ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധി ആദ്യമായി INC അധ്യക്ഷനാകുന്ന സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം. 1924 INCയുടെ 39ാമത് സമ്മേളനമാണ് ഈ ബെൽഗാം സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാണ്? 1901 വാച്ചക കെട്ടിക്കൊണ്ട് അല്ലെ ദിൻഷായി വാച്ച അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. ഇത് 1924 ബെൽഗാം സമ്മേളനം ഗാന്ധിജി ആദ്യമായി അധ്യക്ഷനായ സമ്മേളനമാണ്. ഇനി 1925 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വനിതകൾ വന്ന കോഡിൽ നമ്മൾ പഠിച്ചു. 1925 കാൺപൂർ സമ്മേളനം. സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷ. 1926 ഇമ്പോർട്ടൻസ് എന്താണ്? ഖാദി കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേഷമാക്കി മാറ്റിയ ഒരു സമ്മേളനമാണ് 1926 ഗുവാഹത്തി സമ്മേളനം. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. 1927 സമ്മേളനം നോക്കാം. മദ്രാസിൽ നടന്ന MA അൻസാരി അധ്യക്ഷനായിക്കൊണ്ടുള്ള സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ പ്രമേയം അവതരിപ്പിക്കുന്നത്. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1927 MA അൻസാരി അധ്യക്ഷനായിക്കൊണ്ടുള്ള മദ്രാസ് സമ്മേളനം. ഇന്ത്യയുടെ ഭാവി മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാവണം എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഇന്ത്യയുടെ ഭാവി മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാവണം എന്ന പ്രമേയം പാസാക്കി. ഇനി അടുത്തത് 1929 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനമാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്? ലാഹോറിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. ലാഹോർ പാകിസ്ഥാനിലാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ഇന്നത് പാകിസ്ഥാനിലായി മാറി അല്ലേ. അന്ന് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇന്ത്യ പാക് ഡിവിഷൻ നടക്കുന്നതിന് മുമ്പാണ്. ഓക്കെ, അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. നെഹ്റു ആദ്യമായി അധ്യക്ഷനാകുന്ന സമ്മേളനമാണ് 1929 സമ്മേളനം.
പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനമാണ്. ഈ പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. തമ്മിൽ മാറിപ്പോവരുത്. പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ തയ്യാറാക്കിയത് ഗാന്ധിജിയും പൂർണ്ണ സ്വരാജ് പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഓക്കെ, ഇനി 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. അതായത് രവി നദീതീരത്ത് 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ഈ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാനാണ് തുടങ്ങിയത്. ക്ലിയർ ആയോ? അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടിയാണ് 1929 ലാഹോർ സമ്മേളനം. എന്തൊക്കെ കാര്യങ്ങളാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയ ഗാന്ധിജിയും പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക രവി നദീതീരത്ത് ഉയർത്തുന്നു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിച്ചത്. ഇനി 1931 കറാച്ചി സമ്മേളനം. എന്താണ് കറാച്ചി സമ്മേളനത്തിന്റെ ഇമ്പോർട്ടൻസ്? സർദാർ വല്ലഭായി പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള കറാച്ചി സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 INC കറാച്ചി സെഷന്റെ പ്രധാന ചർച്ചാ വിഷയം. ഇത് SCERT പോയിന്റ് ആണ്. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു കറാച്ചി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1937 ഫൈസ്പൂർ സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനം ഗ്രാമപ്രദേശത്ത് വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനമാണ്. അതുപോലെ മഹാരാഷ്ട്രയിലാണ് ഫൈസ്പൂർ എന്നുള്ളത് ഓർത്തു വെക്കുക. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. 1939 ത്രിപുരി സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ്? ഒരു ഇലക്ഷൻ നടക്കുകയാണ്. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള ഒരു ഇലക്ഷൻ നടന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ വിജയിച്ചു, INC പ്രസിഡന്റായി. പിന്നീട് അദ്ദേഹം രാജിവെക്കുകയാണ്. രാജിവെച്ചിട്ട് 1939 തന്നെ ഇദ്ദേഹം മറ്റൊരു പാർട്ടി ഫോം ചെയ്യുകയാണ്, ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് നിന്ന് ഇദ്ദേഹം വിട്ടകന്ന് ഫോം ചെയ്ത പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് 1939. അങ്ങനെ ഈ സുഭാഷ് ചന്ദ്രബോസ് 1939 ത്രിപുരി സമ്മേളനം രാജിവെച്ചപ്പോൾ പിന്നീട് അധ്യക്ഷനാകുന്നത് രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാവുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു, ശേഷം രാജിവെക്കുകയാണ്. അതിനുശേഷം രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷനാവുന്നത്. നമ്മൾ പറഞ്ഞു ഗാന്ധിജിയുടെ നോമിനി ആയിരുന്നു ആര്? പട്ടാഭി സീതാരാമയ്യ. ഈ പട്ടാഭി സീതാരാമയ്യയുടെ രണ്ട് വിശേഷണങ്ങളുണ്ട്. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇനി 1942 ബോംബെ സമ്മേളനം. എന്താണ് ഇമ്പോർട്ടൻസ്? 1942 എന്ന് പറയുമ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാരാണ്? നെഹ്റു ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനായ ബോംബെ സമ്മേളനത്തിലാണ് 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഇനി അടുത്തൊരെണ്ണം 1946 മീററ്റ് സമ്മേളനമാണ്. JB കൃപലാനിയാണ് അധ്യക്ഷൻ. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ INC പ്രസിഡന്റ് ആയത് JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി. 1948 ജയ്പൂർ സമ്മേളനം. ജയ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യയാണ് 1948 ജയ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ INC സമ്മേളനമാണ് ജയ്പൂർ സമ്മേളനം. പിന്നീട് 1950 നാസിക്കിൽ വെച്ചൊരു സമ്മേളനം നടക്കുന്നുണ്ട്. പുരുഷോത്തം ദാസ് ദണ്ഡൻ ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ. പുരുഷോത്തം ദാസ് ദണ്ഡൻ ആയിരുന്നു 1950 നാസിക് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് പുരുഷോത്തം ദാസ് ദണ്ഡനാണ്. ഓർത്തു വയ്ക്കാട്ടോ ഈ പോയിന്റ്. ഇനി 1955 ആവടി സമ്മേളനത്തെക്കുറിച്ച് നോക്കാം. ആവടി തമിഴ്നാട്ടിലാണ്. ഓക്കെ, UN ദബ്ബാർ ആയിരുന്നു ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനമാണ്. അതായത് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ച ഒരു സമ്മേളനമാണ് ഈ ഒരു ആവടി സമ്മേളനം. 1955 ആവടി സമ്മേളനം ഓർത്തു വയ്ക്കുക.
UN ദബ്ബാർ അല്ലെങ്കിൽ ദേബർ എന്നൊക്കെയാണ് ചില ബുക്കുകളിൽ കാണുന്നത്. നോക്കുക, 1955 ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ UN ദബ്ബാർ ആയിരുന്നു. ഇനി 1959 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം, ഒരു സ്പെഷ്യൽ മീറ്റ് നടക്കുന്നുണ്ട്, ഇന്ദിരാഗാന്ധി അധ്യക്ഷയായിക്കൊണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ INC പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഓക്കെ. ഇനി 1985 സമ്മേളനമാണ് നമുക്ക് നോക്കാനുള്ളത്. ബോംബെ സമ്മേളനം. രാജീവ് ഗാന്ധി ആയിരുന്നു അധ്യക്ഷൻ. 1985 കോൺഗ്രസിന്റെ 100ാമത് വാർഷികത്തിന്റെ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു. ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി. 1985 ബോംബെ. 1885 സമ്മേളനവും എവിടെ തന്നെയാണ് നടന്നത്? ബോംബെയിലാണ് നടന്നത്. നമ്മൾ പഠിച്ചു അല്ലേ? ഇനി 1997 കൊൽക്കത്ത സമ്മേളനം. കൊൽക്കത്ത സമ്മേളനം സീതാറാം കേസരി ആയിരുന്നു 1997 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സീതാറാം കേസരി. ഒരു പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് സീതാറാം കേസരി. ഇനി 1998 കൊൽക്കത്ത സമ്മേളനം നടക്കുന്നു. സോണിയാഗാന്ധി ആയിരുന്നു അധ്യക്ഷ. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ് സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആര്? സോണിയാഗാന്ധി. ഈ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ. മൗലാന അബ്ദുൽ കലാം ആസാദ്. പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇന്നോട് ചർച്ച ചെയ്തത്. പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ, അവയുടെ അധ്യക്ഷൻ, അവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു എക്സാമിന് മുൻപ് ഒരു ക്യുക്കായിട്ടൊന്ന് സ്പീഡിലിട്ട് കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. INCയെ കുറിച്ച് ഒരു അരമണിക്കൂറിൽ ഒതുങ്ങുന്ന വീഡിയോയിൽ നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഫൈനൽ റൗണ്ട് റിവിഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളും അതിലെ അധ്യക്ഷന്മാരും അവിടെ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.